ഉള്ളവരെ ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളൊരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. കറണ്ട് അഫയേഴ്സിന്റെ സെഗ്മെന്റ് മെം എന്ന് പറഞ്ഞൊരു സീരീസ് റെഗുലറായിട്ട് നമ്മുടെ ഹാജാസ് ക്ലാസ്സസിന്റെ യൂട്യൂബ് ചാനലിൽ റെഗുലറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാവുന്ന ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സെഗ്മെന്റ്. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് 2024 കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായിട്ട് സഹകരിക്കുന്ന കമ്പനിയുടെ പേരെന്താണ്? ഉത്തരം ആർസലർ മിത്തൽ. അതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ്റെ പേര് ലക്ഷ്മി മിത്തൽ എന്നാണ്. ഇത് ഹൈപ്പർ ലൂപ്പ് സംവിധാനം ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമാണ്. മാഗ്നറ്റിക് ലെവിയേഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. എയറിൻ്റെ സഹായമില്ലാതെ ഒരു എന്താ പറയുക ഒരു ക്യൂബിലൂടെ അല്ല ഒരു ചാനലിലൂടെ ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ആണ് ഹൈപ്പർ ലൂപ്പ് സംവിധാനം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായിട്ട് സഹകരിക്കുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ആർസലർ മിത്തൽ. ഓക്കെ, 2024 ഹൈങ്ക് എന്ന പേരുള്ള കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? UK കേട്ടോ. UK ഹൈങ്ക് കൊടുങ്കാറ്റ് വീശിയത്. 2024 ഹൈങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? UK 2024 UK ഹൈങ്ക് കൊടുങ്കാറ്റ് വീശി. അടുത്ത നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. UAE ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏതാണ്? ഭാരത് പാർക്കാണ്. ഏതാണ്? ഭാരത് പാർക്ക്. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന്, ഹൈഡ്രോ കാർബൺ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ കാർബൺ മേഖല എന്ന് പറഞ്ഞാൽ പെട്രോളിയം. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഗയാന. അപ്പം ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ധനം എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഹൈഡ്രജനും കാർബണും ചേർന്നതാണ് പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം അതാ ഒരു മേഖലയുമായി. ഇപ്പോൾ ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യം ഗയാനയാണ്. 4 പോയിന്റ് സെറ്റാണ്. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനിയാണ് ആർസലർ മിത്തൽ. അതേപോലെ 2024 ഹൈങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK. UAE ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയുടെ പേരാണ് ഭാരത് പാർക്ക്. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന. സെറ്റാണല്ലോ? ആണ്. ഇനി ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? കസാക്കിസ്ഥാൻ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്തരിച്ച ബസ്ദിയോ പാണ്ഡെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്? അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക, ശ്രദ്ധിക്കുക. ബസ്ദിയോ പാണ്ഡെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? മുൻ പ്രധാനമന്ത്രിയാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അന്തരിച്ച ബസ്ദിയോ പാണ്ഡെ. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. എടാ, ഈ ഷെങ്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ ആണ് കേട്ടോ. ജർമ്മനി, ഓസ്ട്രിയ, ബെൽജിയം, ക്രൊയേഷ്യ, പിന്നെ അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്തോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ഗ്രീസ്, ഹംഗറി, ഐസ്ലാൻഡ്, ഇറ്റലി, ഇങ്ങനെ വരുന്ന കുറച്ച് രാജ്യങ്ങൾ, പോളണ്ട്, നോർവേ, ഇങ്ങനെ തുടങ്ങുന്ന മാൾട്ട, നെതർലാൻഡ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, ഇങ്ങനെ തുടങ്ങുന്ന കുറേ രാജ്യങ്ങൾ, ആ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഷെങ്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഫ്രാൻസ് ആണ് എന്ന്. ഈ ഷെങ്കൻ എന്ന് പറയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കേട്ടിട്ടുണ്ടെങ്കിൽ യെസ്, കേട്ടിട്ടില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാമോ? ഈ ഷെങ്കൻ എന്ന വാക്ക്, ഷെങ്കൻ വിസ എന്ന് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഓക്കെ, പെട്ടെന്നാവട്ടെ. കഴിഞ്ഞോ? എല്ലാവരും കമൻറ്റ് ചെയ്തോ? കമൻറ്റ് ചെയ്യാതെ അങ്ങോട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മറന്നു പോകും. പെട്ടെന്നാവട്ടെ. അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച ലൈബീരിയൻ കപ്പൽ ഏതാണ്? MV ലിന നോർഫോക്ക് എന്ന് പറയുന്ന ഒരു കപ്പലാണ്
കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യ മോചിപ്പിച്ച ലൈബീരിയൻ കപ്പൽ? INS ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട കപ്പൽ. INS ചെന്നൈ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മൾ മോചിപ്പിച്ചെടുത്തത്. ഓക്കെ. 2024 ജനുവരിയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീന. 2024 ഓഗസ്റ്റിൽ അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. 2024 ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീനയാണ്. അവരിങ്ങനെ കുറേ നാളിങ്ങനെ പിന്നെ വീണ്ടും വരും, വീണ്ടും പോകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. സാഗർ പരിക്രമ പരിപാടിയുടെ 10ാമത്തെ ഘട്ടത്തിന് 2024 ജനുവരിയിൽ തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ചെന്നൈ തുറമുഖം. ഓക്കെ. സാഗർ പരിക്രമ പരിപാടിയുടെ 10ാം ഘട്ടത്തിന് 2024 ജനുവരിയിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? ഉത്തരം ചെന്നൈ തുറമുഖം. ഇന്ത്യൻ നാവിക സേനയുടെ ചീഫ് ഓഫ് മെറ്റീരിയലായി 2024 ജനുവരി 1 ചുമതലയേറ്റത് ആരാണ്? ഉത്തരം വൈസ് അഡ്മിറൽ കിരൺ ദേശ്മുഖ്. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് മെറ്റീരിയൽ ആയി 2024 ജനുവരി 1 ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കിരൺ ദേശ്മുഖ്. അദാനി ഗ്രൂപ്പിന്റെ ക്രമരഹിതമായ ഇടപാടുകളെ പറ്റി ആരോപണങ്ങൾ ഉന്നയിച്ച് 2024 ജനുവരിയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അമേരിക്ക ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഉത്തരം ഹിൻഡൻബർഗ് റിസർച്ച്. അദാനി ഗ്രൂപ്പിന്റെ ക്രമരഹിതമായ ഇടപാടുകളെക്കുറിച്ച് ആരോപണം പറഞ്ഞുകൊണ്ട് 2024 ജനുവരിയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അമേരിക്ക ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനത്തിന്റെ പേരാണ് ഹിൻഡൻബർഗ് റിസർച്ച്. സാഗർ പരിക്രമ പരിപാടിയുടെ 10ാം ഘട്ടത്തിന് 2024 ജനുവരിയിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും ശ്രദ്ധിക്കണം. ഉത്തരം ചെന്നൈ തുറമുഖം. ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് മെറ്റീരിയൽ ആയി 2024 ജനുവരി 1 ചുമതല ഏറ്റത് വൈസ് അഡ്മിറൽ കിരൺ ദേശ്മുഖ്. അദാനി ഗ്രൂപ്പിന്റെ ക്രമരഹിതമായ ഇടപാടുകളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് 2024 ജനുവരിയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അമേരിക്ക ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനത്തിന്റെ പേരാണ് ഹിൻഡൻബർഗ് റിസർച്ച്. ശ്രദ്ധിക്കൂ. വിസയില്ലാതെ 16 കിലോമീറ്റർ വരെ അയൽ രാജ്യത്തേക്കും, ശ്രദ്ധിക്കണേ, വിസയില്ലാതെ 16 കിലോമീറ്റർ വരെ അയൽ രാജ്യത്തുള്ളവർക്ക് ഇന്ത്യയിലേക്കും സഞ്ചരിക്കാൻ അനുവദിക്കുന്നതാണ് ഫ്രീ മൂവ്മെന്റ് റെജിം. അപ്പൊ എന്താണ് ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് ചോദിച്ചാൽ വിസയില്ലാത്ത 16 കിലോമീറ്റർ വരെ അയൽ രാജ്യത്തേക്കും അയൽ രാജ്യത്തുള്ളവർക്ക് ഇന്ത്യയിലേക്കും സഞ്ചരിക്കാൻ അനുവദിക്കുന്നതാണ് ഫ്രീ മൂവ്മെന്റ് റെജിം. അത് ഏത് അയൽ രാജ്യവുമായുള്ള ഈ സംവിധാനം നിർത്തലാക്കാനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? ഉത്തരം മ്യാൻമാർ. ശ്രദ്ധിക്കണം. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങൾ ചുവന്ന ഉറുമ്പിനെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏത് ഭക്ഷ്യോൽപ്പന്നത്തിനാണ് 2024 ജനുവരി ഭൗമശാസ്ത്ര സൂചികാ പദവി ലഭിച്ചത്? ഉത്തരം സിമിലിപ്പൽ കൈ ചട്നി. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങൾ ചുവന്ന ഉറുമ്പിനെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏത് ഭക്ഷ്യോൽപ്പന്നത്തിനാണ് 2024 ജനുവരിയിൽ ഭൗമശാസ്ത്ര സൂചികാ പദവി കിട്ടിയത്? ഉത്തരം സിമിലിപ്പാൽക്കായ് ചട്നി എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ്, ഒരു ചട്നിയാണ്, ചമ്മന്തി. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 17ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത്തെ ഉച്ചകോടി നടന്നത് കമ്പാല എവിടെയാണ്? ഉഗാണ്ടയിലാണ്. കമ്പാല. ഏത് മുൻ കരസേനാ മേധാവിയുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്? ഏത് മുൻ കരസേനാ മേധാവിയുടെ ആത്മകഥയാണ്? ഉത്തരം ജനറൽ മനോജ് മുകുന്ദ് നരവണെ.
മനോജ് മുകുന്ദ് നരവണയുടെ, അദ്ദേഹം മുൻ കരസേനാ മേധാവിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. എടാ ശ്രദ്ധിച്ച് കേൾക്കണം. ISRO 2024 ജനുവരി 1 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററി ഏതാണ്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പോസാറ്റ്, എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് ദൗത്യത്തിലെ ടെലസ്കോപ്പ് വികസിപ്പിച്ചത് എവിടെയാണ്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എക്സ്പോസാറ്റ്. ISRO 2024 ജനുവരി 1 നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററിയുടെ പേരാണ് എക്സ്പോസാറ്റ്. അതില് ആ ദൗത്യത്തിലെ ടെലസ്കോപ്പ് വികസിപ്പിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. അമൃത് എന്ന് പറയുന്ന ഒരു അബ്രിവിയേഷൻ ആണ്. അതിന്റെ ഫുൾ ഫോം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? ഉത്തരം PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന 2024 MK സാനു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഉത്തരം MD വാസുദേവൻ നായർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏതാണ്? ഉത്തരം കൊല്ലമാണ്. അവിടെ ആരാണ് വിജയിച്ചത്? കണ്ണൂർ 1ാം സ്ഥാനം, 2ാം സ്ഥാനം കോഴിക്കോട്. 62ാമത്തേതാണ് ഈ പറഞ്ഞത്. 63ാമത്തെ സംസ്ഥാന കലോത്സവം നടന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത് 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയുടെ പേരാണ് സാറ ജോസഫ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയുടെ പേരാണ് സാറ ജോസഫ്. 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാണ് കിട്ടിയതെന്ന് പറഞ്ഞേ? PK ആരാണ്? PK വീരമണിദാസൻ. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2024 MK സാനു പുരസ്കാരം ആർക്കാണ്? MD വാസുദേവൻ നായർ. 62ാമത്തെ സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏതാണ്? കൊല്ലം. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരിയുടെ പേരെന്താണ്? സാറ ജോസഫ്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് പോക്കറ്റ് മാർട്ട്. വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പരീക്ഷണാത്മക പഠന പരിപാടിയുടെ പേരാണ് പ്രേരണ. വിദ്യാർത്ഥികളിൽ ഒരു ലീഡർഷിപ്പ്, അതിൻ്റെ ഒരു എംപവർമെന്റിന് വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പരീക്ഷണാർത്ഥത്തിൽ ആരംഭിക്കുന്ന പഠന പരിപാടിയുടെ പേരാണ് പ്രേരണ. കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? നന്ദിയോട് ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതി, അതിന് തുടക്കം കുറിച്ച സ്ഥലമാണ് നന്ദിയോട്, തിരുവനന്തപുരം. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിന്റെ പേരാണ് അരകവ്യൂഹം. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്യാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? പോക്കറ്റ് മാർട്ട്. വിദ്യാർത്ഥികളിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നൊരു ഗുണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പരീക്ഷണാത്മകമായ പഠന പരിപാടിയുടെ പേരെന്താണ്? പ്രേരണ. കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? നന്ദിയോട് ഗ്രാമപഞ്ചായത്ത്. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിന്റെ പേരെന്താണ്? അരകവ്യൂഹം. നോക്കിക്കോണേ,
സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യാവസായിക വകുപ്പ് അവരുടെ പുരസ്കാരത്തിന് അർഹയായ വനിതാ സംരംഭക ആരാണ്? പമേല അന്ന മാത്യു. പമേല അന്ന മാത്യു. സംരംഭകം, ഒരു സ്റ്റാർട്ടപ്പ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സംരംഭക എന്നല്ല, അതിന് സ്റ്റാർട്ടപ്പ് എന്ന് പറയണ്ട, സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായ വനിതാ സംരംഭകയുടെ പേരാണ് പമേല അന്ന മാത്യു. ഇനി നമുക്ക് ഒരു 10ഓളം കായികം കൂടെ നോക്കാം. നമ്മൾ ലോകം, ഇന്ത്യ, കായികം, കേരളം, അങ്ങനെ ഒരു 10 പോയിന്റ് വെച്ചാണ് നമ്മൾ പോകുന്നത്. 2024 2020 പുരുഷ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അമേരിക്കയും അതുപോലെ വെസ്റ്റ് ഇൻഡീസുമാണ്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് 2024 2020 പുരുഷ ലോകകപ്പ് വേദി. 2024 ജൂൺ 1 മുതൽ 29 വരെയാണ് മത്സരം. കാനഡ, യുഗാണ്ട എന്നീ രാജ്യങ്ങൾ ആദ്യമായി 2020 വേൾഡ് കപ്പ് കളിച്ചു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2024 2020 പുരുഷ ലോകകപ്പിൽ ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ഫൈനലിൽ അവർ സൗത്ത് ആഫ്രിക്കയെ ഒരു വലിയ ട്രാജഡിയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് സംഭവിച്ചത്. നമ്മളെല്ലാവരും കളി കണ്ടതാണ്. എത്രാമത്തെ 2020 വേൾഡ് കപ്പാണ് 2024 നടന്നതെന്ന് ചോദിച്ചാൽ പറയണം 9ാമത്തെ വേൾഡ് കപ്പ്. ഇന്ത്യ 2020 വേൾഡ് കപ്പ് എന്നല്ല, 2020 മത്സരങ്ങളിൽ ഒരു ശക്തമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ എത്രാമത്തെ 2020 ലോകകപ്പ് കിരീടമാണ് ഇപ്പോൾ കിട്ടിയതെന്ന് ചോദിച്ചാൽ പറയണം 2ാമത്തേതാണ്. 2020 ലോകകപ്പ് ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എത്രയാണെന്ന് ചോദിച്ചാൽ വേൾഡ് കപ്പിന്റെ ഫൈനലിലാണ്, മത്സരങ്ങളിലല്ല, ഫൈനൽ, ലാസ്റ്റത്തെ കളി. അപ്പോൾ 2020 2020 ആയിട്ടുണ്ട്. അതിൽ ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് 176 റണ്ണാണ്. 2026 2020 ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് 2026 അതിന്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ്. അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ഇന്ത്യ. ഇന്ത്യയാണ് അവർ തോപ്പിച്ചത് കേട്ടോ. 2024 അണ്ടർ 19 ഇന്ത്യക്ക് കപ്പ് കിട്ടിയില്ല, ഇന്ത്യ തോറ്റുപോയി. ഏറ്റവും കൂടുതൽ തവണ അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 5 തവണ, 5 ടൈംസ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് സൗത്ത് ആഫ്രിക്കയാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, നമ്മൾ കറണ്ട് അഫയേഴ്സ് തുടങ്ങുകയാണ്. നമ്മൾ എന്തായാലും ഒരു കാര്യം വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഹാജാസ് ക്ലാസ്സസിൻ്റെ മുൻ ക്ലാസ്സുകൾ എടുത്താൽ, സയൻസ്, മാത്സ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പല വീഡിയോ ക്ലാസ്സുകളും 1 ലക്ഷത്തിന് പുറത്ത് വ്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് 1K-യും 2K ഒക്കെ വളരെ പാടുപെട്ടാണ് കിട്ടുന്നത്. കാരണം അവർക്ക് ഇങ്ങനൊരു സാറുണ്ടെന്നോ ഇങ്ങനൊരു ക്ലാസ് ഉണ്ടെന്നോ എന്ന് അറിഞ്ഞില്ല. കാരണം കുറേ നാൾ നമ്മൾ വീഡിയോ ഇടാതെ നമ്മുടെ ആപ്ലിക്കേഷനും ആപ്പും ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പുറകിൽ ഇച്ചിരി തിരക്കിലായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കുറവായിപ്പോയി. നിങ്ങളെല്ലാവരും എന്നെ ക്ലാസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇങ്ങനൊരു ക്ലാസ്സിനെ കുറിച്ചും ഇങ്ങനൊരു ചാനലിനെയും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് 2 പ്രധാനപ്പെട്ട ക്ലാസ് ബാച്ചുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കിടിലൻ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASMന്റെ ബാച്ച്. പിന്നെ ഒരു ക്ലാസ് ഉള്ളത് CPO WCPO. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഈ ക്ലാസ് വേറെ ലെവലാണ്, അത് നമ്മൾ ആദ്യമേ പറയാം. മറ്റുള്ളവരായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ പറയുന്നു പക്ക ബാച്ച്. നിങ്ങൾ എന്താ പറയുക, ഇതാണ് ക്ലാസ് എന്ന് പറയുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ASM അതുപോലെ CPO WCPOയുടെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ഇന്ന് തന്നെ നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിക്കുക. എൻ്റെ നമ്പർ ഇങ്ങനെയാണ്, ഞാൻ തന്നെ ഫോൺ എടുത്ത് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും. ഇതാണ് എൻ്റെ നമ്പർ, ഈ നമ്പറിലേക്ക് വിളിക്കാം. നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.